ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സംഗമത്തിൽ അയ്യപ്പൻ പോലുമില്ല. നിങ്ങളതിൻ്റെ അവരുടെ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പടമുണ്ട്, അയ്യപ്പനെ കാണാനില്ലല്ലോ. അപ്പൊ അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത്. അതൊരു ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ്. ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം, അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഇത് കരുതിയിരിക്കാൻ തയ്യാറാകണം. ഇത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സംഗമമല്ല, ശബരിമലക്ക് വേണ്ടിയിട്ടുള്ള സംഗമമല്ല. ഇത് LDFന് വേണ്ടിയിട്ടുള്ള സംഗമമാണ്, LDF സംഗമമാണ്. ആ LDF സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം. ചില സാമുദായിക സംഘടനകളെങ്കിലും ആ സംഗമത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരു അയ്യപ്പ സംഘടനയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതോടുകൂടി ഇത് അയ്യപ്പ സംഗമം അല്ല എന്ന് കൃത്യമായി ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ഗിമ്മിക്കുകൾ നടത്തുന്ന ഏർപ്പാട് പിണറായി വിജയന്റെ ഗവൺമെന്റ് അവസാനിപ്പിക്കണം. ഇത്തരം ഗിമ്മിക്കുകളിലൂടെയൊന്നും അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി കഴിയില്ല. അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ പിണറായി വിജയന്റെ രൂപമുണ്ട്, LDF സർക്കാരിന്റെ രൂപമുണ്ട്. അത് ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല. അത് മാറ്റാൻ നിങ്ങളോട്ട് പരിശ്രമിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം പൊളിറ്റിക്കൽ ഗിമ്മിക്സിൽ നിന്ന് പിന്മാറാൻ CPM-ഉം LDF-ഉം തയ്യാറാകണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. ശബരിമല അയ്യപ്പ വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ അവർ നിന്നു തരില്ല എന്ന് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.